ഓക്കെ, ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ ഞാൻ എൻ്റെ ട്രേഡിങ്ങിൻ്റെ ബിഗിനിങ് ടൈമിൽ ഞാൻ വരുത്തിയ കുറച്ച് മിസ്റ്റേക്കുകൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആ കാര്യങ്ങളെല്ലാം അത് മിസ്റ്റേക്കുകളാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അറിഞ്ഞ് എനിക്ക് മാറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു ആ സമയത്ത് ഞാനത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, റിയലൈസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ജേർണി കുറച്ചുകൂടെ ഒരു സ്മൂത്തായതിന് സ്പീഡായിരുന്നതെന്ന് എനിക്ക് ചിന്തിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാം. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, സംഭവം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് നോട്ട് ഫോളോയിങ് ദ പ്ലാൻ. അതായത് നമ്മൾ ഇതിപ്പം എന്താണെങ്കിലും പോലും, ട്രേഡിംഗ് ആണെങ്കിലും ഒരു ജിമ്മിൽ പോകുന്നതാണെങ്കിലും ഒരു പ്ലാൻ ബിൽഡ് ചെയ്യുമല്ലോ. അപ്പോൾ ആ പ്ലാൻ ബിൽഡ് ചെയ്തിട്ട് ആ പ്ലാൻ ഫോളോ ചെയ്യാതിരിക്കുക. ഇപ്പം ഒബ്വിയസ്ലി നമ്മൾ ചിന്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പ്ലാനാണ്. നമ്മൾ ഓക്കെ നാളെ ഇത് ചെയ്യണം, അത് തന്നെ പ്ലാൻ. അല്ല, നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കേണ്ട ഞാൻ പ്ലാനേ ബിൽഡ് ചെയ്യുന്നില്ല നിങ്ങൾ ചിന്തിക്കേണ്ട. ബിക്കോസ് നിങ്ങളിപ്പം നാളെ ഒരു കാര്യം ചെയ്യണം എന്ന് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ വരുത്തില്ലേ, ആ സാധനമാണ് പ്ലാൻ. അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ. അതായത് ഇപ്പം ട്രേഡിങ് പഠിക്കുന്നുണ്ട്, എന്താ ഒരു ബിഗസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എല്ലാ കാര്യങ്ങളും തുടക്ക സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു മിസ്റ്റേക്കാണിത്. എല്ലാ കാര്യവും ഞാൻ പെട്ടെന്ന് പഠിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. അതായത് മാർക്കറ്റിൽ വന്നിട്ട് ഇപ്പം എല്ലാ കാര്യങ്ങളും ICTയുടെ ചാനലിൽ ഞാൻ കണ്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഓർഡർ ബ്ലോക്ക് അതാണ് ഇതാണ്. പക്ഷേ റിയൽ മാർക്കറ്റിൽ വന്നിട്ട് ചാർട്ടിൽ വന്നിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പം ആ ഒരു കാര്യം എന്നെ നല്ല രീതിയിൽ തന്നെ ഹോൾഡ് ബാക്ക് ചെയ്തു. കുറേ കഴിഞ്ഞ് ഞാൻ ചാർട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം എനിക്കറിയാം. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം, എങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക്, എന്താണ്, അതാണ് ഇതാണ്, എല്ലാം തിയറിറ്റിക്കൽ നോളജ് എല്ലാം ഉണ്ട്. പക്ഷേ പ്രാക്ടിക്കലി ഞാനിത് അപ്ലൈ ചെയ്തിട്ടില്ല. ലിറ്ററലി എനിക്കതെന്തോ ഒരു പുതിയൊരു കോൺസെപ്റ്റ് പോലായിരുന്നു എനിക്ക് പ്രാക്ടിക്കലി വരുന്ന സമയത്ത്. അപ്പം ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഒരു വീഡിയോ ആണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കണ്ടൻറ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഒരു തവണയാണ് എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി അറിയുന്നതെങ്കിൽ ആ ഒരു സാധനം ചാർട്ടിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അപ്പോൾ തന്നെ നിങ്ങൾ നോക്കി ചെക്ക് ചെയ്ത് അതിൻ്റെ അപ്ഡേഷൻ എടുത്ത് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേർണൽ ചെയ്യാതിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ ബ്രെയിന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കീപ്പ് ചെയ്യും, അല്ലാത്തെല്ലാം അത് പതിയെ മറന്നു പോകും. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെടുക്കുന്ന ചെറിയ ലോസ് ആയാലും ചെറിയ വിന്നായാലും ദാറ്റ്സ് മാറ്റർ. നിങ്ങൾ ആ ഒരു ചെറിയ സംഭവങ്ങൾ വരെ നോട്ട് ചെയ്ത് കൊടുക്കുക, ജേർണൽ ചെയ്യുക. ആ ജേർണലിംഗ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പവർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാനിത് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, നിങ്ങളത് ചെയ്തു തുടങ്ങിയാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. അതായത് നിങ്ങൾക്ക് തോന്നുന്ന തോട്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല ജേർണലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന ട്രേഡ് അതിൻ്റെ റീസൺ മാത്രമാണെന്നുള്ളത്. നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കുന്ന എല്ലാ തോട്ട്സും നിങ്ങൾ ജേർണൽ ചെയ്യുക. ഞാൻ ജേർണൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നോഷനാണ്. ഏറ്റവും സിംപ്ലിസ്റ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു നോട്ട് ബുക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങോട്ടേക്കാണ് എഴുതി വെക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതെൻ്റെ ഒരു മെയിൻ ജേർണലാണ്. എൻ്റെ ഒരു ബുക്ക് എപ്പോഴും എൻ്റെ എൻ്റെ ഡെസ്കിൻ്റെ അടുത്തും എനിക്ക് 2 ബുക്കുണ്ട്. ഒന്ന് എൻ്റെ ബെഡിൻ്റെ അടുത്തും ഒന്ന് എൻ്റെ ട്രേഡ് ചെയ്യുന്ന ഡെസ്കിൻ്റെ അടുത്തും ഉണ്ടാവും. അപ്പം എനിക്ക് എന്ത് തോന്നിയാലും ഞാൻ അതിലേക്ക് എഴുതി വെക്കും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ജേർണൽ ചെയ്യുക. ചെറിയ മിസ്റ്റേക്ക് ആയാലും വലിയ മിസ്റ്റേക്ക് ആണെങ്കിലും നിങ്ങളതിനെ പാർഷ്യാലിറ്റി കാണിക്കാതെ എന്താണോ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് ട്രേഡിംഗ് റിലേറ്റഡ് നിങ്ങളത് ജേർണൽ ചെയ്യുക. ട്രേഡിംഗ് റിലേറ്റഡ് ആവണമെന്നില്ല, നിങ്ങൾക്ക് തോന്നുന്ന എന്താണെങ്കിലും അത് ജേർണൽ ചെയ്യുക. ബിക്കോസ് അതാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലുള്ളൊരു റെഫറൻസ്, എന്താണ് നിങ്ങളിനിയും ഫർദർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അതൊരിക്കലും നിങ്ങൾ മിസ് ഔട്ടാക്കാതിരിക്കുക മാക്സിമം. ഓക്കെ, വേറൊരു മിസ്റ്റേക്കായിരുന്നു വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് ടൈം ടു സ്റ്റാർട്ട്. യെസ്, ടൈം നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം. എവിടുന്നോ ചുമ്മാ വന്നിട്ട് എന്തെങ്കിലും കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചിട്ട് തുടങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്. ഈവൻ ദോ നമുക്കെല്ലാം അറിയാമെങ്കിൽ പോലും ഈ നോളജ് ഗ്രീഡ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എല്ലാ ആൾക്കാരും ആ ഒരു ട്രാപ്പിലാണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ആ നോളജ് ഗ്രീഡിൽ നിങ്ങൾ ഒരിക്കലും പെട്ടുപോകാതിരിക്കുക. ഇപ്പം ഞാൻ ആദ്യമത്തെ പോയിന്റ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാ കാര്യവും പ്രാക്ടിക്കലായിട്ട് അറിയാം, പിന്നെ നിങ്ങൾ നിങ്ങൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ വിചാരം കുറേ പഠിച്ചു കഴിഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കാം ട്രേഡിങ്ങിൽ. അങ്ങനെയല്ല. ട്രേഡിങ്ങിൽ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ചെയ്യുന്ന ലെസ് ഈസ് മോർ എന്ന് പറയുന്നൊരു സംഭവമാണ് ട്രേഡിങ്ങിൽ സാധാരണ അപ്ലൈ ആവുന്നത്. ബിക്കോസ് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യം അത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എത്രത്തോളം ചെയ്യുന്നു എന്നുള്ളതിലാണ് ട്രേഡിങ്ങിൽ നിങ്ങളുടെ സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് വെറും 3 BDRIs ആണ്. ഞാൻ മെൻറ്റർഷിപ്പിൽ പഠിപ്പിക്കുന്ന വെറും 3 BDRIs ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അത് വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാർട്ടിനെ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മതി നിങ്ങൾക്ക്. ഞാൻ PDRയുടെ കണക്കോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ലൈക്ക് ഇഫ് യു ഹാവ് സംതിങ്, അത് മാത്രം വെച്ച് നിങ്ങൾ എത്രത്തോളം വിൻ റേറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ബിക്കോസ് നമ്മളെല്ലാം അറ്റ് ദ എൻഡ് ഓഫ് ദി ടൈം നോക്കുന്നത് ലെസ് വർക്കും മോർ റിവാർഡുമാണ്. റിസ്ക് റിവാർഡ് കറക്റ്റാക്കി വെക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ
നിങ്ങളുടെ ടൈമിൻ്റെ കാര്യത്തിലും അങ്ങനെ. നിങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ ലേൺ ചെയ്യാനായിട്ട്, ഐ മീൻ പല കാര്യത്തെപ്പറ്റി മൾട്ടിപ്പിളായിട്ട് ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ അത്രയും ടൈം അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ പഠിച്ച ഒരു സംഭവത്തെ പറ്റി മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ കൂടുതൽ ചെയ്യും തോറും നിങ്ങൾ അതിൽ പെർഫെക്റ്റ് ആവും. സോ ദാറ്റ്സ് മൈ അനദർ ടിപ്പ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം സെറ്റപ്പ് ബിൽഡപ്പ് ചെയ്യുക, അതിനെ നിങ്ങളൊരു 1 വർഷം 2 വർഷം 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പോവുക. ഇനിയും ഈ ഒരു കാര്യത്തിൽ വേറൊരു കാര്യമായിട്ട് എനിക്ക് പറയാനുണ്ട്, അതിനടുത്ത മുന്നിൽ പറയാം. അടുത്ത മേജറായിട്ടുള്ളൊരു കാര്യം, കീപ്പ് ഇറ്റ് സിമ്പിൾ, കീപ്പ് ഇറ്റ് വെരി ക്ലീൻ ആൻഡ് സിമ്പിൾ. ബിക്കോസ് ഇതത്രേ ഉള്ളൂ. നിങ്ങൾ ഇതിനെ എന്തോ വലിയൊരു ആനക്കാര്യമായിട്ട് എടുക്കാതിരിക്കാൻ നോക്കുക. അതായത് ചിലരുണ്ട് മോങ്ക് മോഡിലേക്ക് പോവുകയാണ്, ഞാൻ ഇനി സോഷ്യൽ മീഡിയാസ് ഒന്നും യൂസ് ചെയ്യത്തില്ല, ഞാൻ എൻ്റെ ഡോപ്പമൈൻ ഡീറ്റോക്സിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, ഇതാണ്. നിങ്ങൾ ചുമ്മാ നിങ്ങൾ പ്രഷർ കൊടുക്കുകയാണ് നിങ്ങളുടെ ബ്രെയിനിലേക്ക്. ഞാൻ ചെയ്ത പരിപാടിയാണ് മോങ്ക് മോഡ്, ഡോപ്പമൈൻ ഡീറ്റോക്സ്. കാര്യമെല്ലാം ശരിയാണ്, ഇറ്റ്സ് വർക്ക്, റിയലി വർക്ക് വെരി വെൽ. പക്ഷേ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. കള്ള് കുടിക്കാത്ത ഒരാൾ, ഓക്കെ, അയാളെ കൊണ്ട് റീഹാബിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് എന്താണ്, ഐ മീൻ പറഞ്ഞാൽ മനസ്സിലായി. നിങ്ങളുടെ ബോഡിക്കോ നിങ്ങളുടെ മൈൻഡിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതാണ് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ട്രേഡർ വന്നിട്ട് കിടന്നാലിക്കും, ഓക്കെ എനിക്ക് മോങ്ക് മോഡ് വർക്കായി, ഞാൻ നാളെ വല്ല മോങ്ക് മോഡാണ്, ഓക്കെ. അപ്പം ഉടനെ ഒരു ബിഗിനറായിട്ട് വരുന്ന ഒരാൾ ചിന്തിക്കും, ഓക്കെ മോങ്ക് മോഡ് ചെയ്താൽ ഞാനൊരു പെർഫെക്റ്റ് ട്രേഡറാകാം, അല്ലെങ്കിൽ എൻ്റെ മൈൻഡെല്ലാം കൺട്രോൾ ചെയ്യാം. യെസ്, ഇതെല്ലാം ഒരു രീതി നോക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ആവശ്യമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിലാണ് നിങ്ങൾ ആ ഒരു പില്ല് കഴിക്കേണ്ടത്. അല്ല വെറുതെ നിങ്ങൾ ഡയബറ്റീസിൻ്റെ പില്ല് നിങ്ങൾക്ക് കഴിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഡയബറ്റീസ് ഇല്ലെങ്കിൽ. അപ്പം അങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാൻ, ഓക്കെ. ഇത് നല്ല രീതിയിൽ തന്നെ ടോക്സിക്കാണ്. അതായത് പുതിയ ട്രെൻഡ് വരിക, അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ തന്നെ ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നൊരു സംഭവം. എസ്പെഷ്യലി ആൾക്കാർ ചെയ്യുന്നത് സെറ്റപ്പാണ്. നിങ്ങളെ ഞാൻ എക്സാമ്പിൾ പറയാം. ഇത് ചിലപ്പം കുറച്ചുകൂടെ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളൊരു യൂട്യൂബറിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ സെറ്റപ്പ് എന്താണ്, മേക്ക് $1,000 ഇൻ എ ഡേ, അല്ലെങ്കിൽ ഹൗ ഐ മേഡ് $2,000 ഇൻ 1 ട്രേഡ് എന്നുള്ള രീതിയിലൊക്കെ ഓരോ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുമ്പോഴും അവരെല്ലാം എൻഫോഴ്സ് ചെയ്യുന്നത് പല സെറ്റപ്പുകളാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക അവർക്ക് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണെന്നുള്ളത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രം എടുക്കുക, ബാക്കിയുള്ളതെല്ലാം കളയുക. ബാക്കി ഒന്നിൻ്റെ ആവശ്യമില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അത് നിങ്ങളുടെ സമയം വെറുതെ നിങ്ങളുടെ സമയം കളയും. വാച്ചിങ് ടു മച്ച് മോട്ടിവേഷൻ വീഡിയോസ് ആൻഡ് തിങ്കിങ് ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, ഞാൻ അത്ര മോട്ടിവേഷൻ ഇല്ലാത്ത ഒരാളൊന്നുമല്ല. ലൈക്ക് എനിക്ക് എൻ്റെ കാര്യം ചെയ്യാനുള്ള മോട്ടിവേഷൻസ് എല്ലാം എനിക്കുണ്ട്. ഐ ഡോണ്ട് നീഡ് മോട്ടിവേഷൻ ലിറ്ററലി. ലൈക്ക് ഞാൻ നേരത്തെ പില്ലിൻ്റെ കാര്യം പറഞ്ഞ പോലെ, നിങ്ങൾക്ക് ഒരു പില്ലിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ മൾട്ടി വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടി വൈറ്റമിൻ കഴിക്കുക. അതേപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും. പ്രോട്ടീൻ പൗഡർ എടുക്കുന്ന കാര്യത്തിൽ കുറേ ആൾക്കാർ, നിങ്ങൾ പ്രോട്ടീൻ കോൾ ഹിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ പൗഡർ എടുക്കുക. ഞാൻ അതിന് കൂട്ടത്തിൽ പറഞ്ഞേ നിങ്ങൾ, ഓക്കെ. അപ്പം മനസ്സിലാക്കുക, മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം നല്ലതാണ്. നമുക്കൊരു പുതിയ കാര്യം ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകാനാണെങ്കിലും മോട്ടിവേഷൻ ഈസ് വെരി ഗുഡ്. പക്ഷേ മോട്ടിവേഷന് ഡിസിപ്ലിൻ രണ്ടാണ് എന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നൊരു സമയത്തും, ആ ഒരു സമയത്താണ് എനിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് എൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും, എൻ്റെ ട്രേഡിങ് കരിയറിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മോട്ടിവേഷനും ഡിസിപ്ലിനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയതൊക്കെയാണ്. എന്താണ് മോട്ടിവേഷൻ, എന്താണ് ഡിസിപ്ലിൻ? ഞാനിവിടെ അതിൻ്റെ പേരെ ക്ലാസ് എടുക്കുമല്ലോ, ഞാൻ പറയാം. മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ പെട്ടെന്നൊരു കാര്യം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അത് ചെയ്യാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സാധനമാണ് മോട്ടിവേഷൻ. പക്ഷേ ആ ഒരു സെയിം സംഭവം കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി എവറി ഡേ പ്രൊലോങ് 1 month പ്രൊലോങ് 1 year ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസിലി, അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന സംഭവം. ഏതാണ് ബെറ്റർ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഒബ്വിയസ്ലി നമുക്കൊരു മോട്ടിവേഷൻ വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ആ മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ തന്നെ ആയിരിക്കണം. അല്ലാതെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൽ നിന്നൊരു വീഡിയോ കാണുമ്പോൾ കിട്ടുന്ന കിക്കോ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൻ്റെ പ്രീച്ചിങ് കേൾക്കുമ്പോൾ കിട്ടുന്ന കിക്കോ ഒക്കെയാണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നതെങ്കിൽ ദാറ്റ് വുഡ് കിൽ യുവർ ഗെയിൻസ്. ലൈക്ക് ഇൻ എനിവെയർ, നിങ്ങൾ ജിമ്മിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിലാണെങ്കിലും. സോ ഡോണ്ട് ഫോളോ ദ ഷീറ്റ്, ഫോളോ ദ പാത്ത്. And the another thing is, if the same problem is arising over and over again and again, the problem is not the problem, you are the problem. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാനൊരു പോഡ്കാസ്റ്റ് കേട്ടതാണ്. യെസ്, തിങ്ക് അബൌട്ട് ഇറ്റ്. ലൈക്ക് നിങ്ങളൊരു കാര്യം ചെയ്യാണ്, ആൻഡ് നിങ്ങൾ എത്ര ചെയ്തിട്ടും ആ ഒരു സെയിം പ്രോബ്ലം തന്നെയാണ് നിങ്ങൾക്ക് അറൈസ് ആവുന്നത്. സേ ഫോർ ആൻ എക്സാമ്പിൾ, നിങ്ങളൊരു ട്രേഡിംഗ് സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്യാണ്, ആൻഡ് യു ആർ ലൂസിങ് ഓവർ ആൻഡ് ഓവർ. then you are blaming the market and everything, but you are not thinking about you. എന്തുകൊണ്ടാണ് നിങ്ങൾ ലോസ് ആവുന്നത്? വാട്ട് ഈസ് ദ ഒറിജിനൽ റീസൺ ബിഹൈൻഡ് ഇറ്റ്?
മേ ബി സെറ്റപ്പ് അല്ലായിരിക്കാം, നിങ്ങളെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളത് ഫോളോ അപ്പ് ചെയ്യാത്തതോ അല്ലെങ്കിൽ മേ ബി എനി അതർ റീസൺസ് എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ദ പ്രോബ്ലം ഈസ് യു. നിങ്ങളാണ് പ്രോബ്ലം. അല്ലെങ്കിൽ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പെട്ടെന്നൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ മെൻറ്റർഷിപ്പിൽ ഞങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നത്, ഒരാൾ പോലും വിടാതെ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരൊറ്റ സെറ്റപ്പാണ്. പക്ഷേ പല ആൾക്കാരും പല മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫ്യൂച്ചേഴ്സിൽ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇവിടെ പ്രൂവ് ചെയ്തൊരു സാധനം സെറ്റപ്പ് പക്കയായിട്ട് വർക്കിംഗ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ വിൻ റേറ്റ് കിട്ടുന്നതാണ്. ഇനിയും സ്റ്റിൽ ദേ ആർ ലൂസിങ്, വിച്ച് മീൻസ് അവരുടെ കുഴപ്പം ദേ ആർ നോട്ട് അക്സെപ്റ്റിങ് ദേ ആർ ദ പ്രോബ്ലം എന്നുള്ളൊരു സംഭവമാണ്. സോ അറ്റ് സം പോയിൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെൽഫ് ഈഗോ വരും, മാർക്കറ്റ് ഈസ് നോട്ട് വർക്കിംഗ് വെൽ, ഇതാണെന്നൊക്കെ ഉള്ളത്. ഐ എം സെയിങ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ദ പ്രോസസ്, ട്രസ്റ്റ് ദ പ്രോസസ്. മെയിനായിട്ട് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ആൻഡ് അനദർ പോയിൻറ്റ് ഈസ് നോട്ട് ഫോക്കസിങ് ഓൺ യുവർ സെൽഫ്. മെയിനായിട്ട് ഞാൻ പറയാം, ദിസ് ഈസ് മൈ ലാസ്റ്റ് പോയിൻറ്റ്. നോട്ട് ഫോക്കസിങ് ഓൺ യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ സ്ലീപ്പ്, പ്രോപ്പർ മെഡിറ്റേഷൻ, പ്രോപ്പർ എവറിത്തിങ്, ലൈക്ക് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ ഫാമിലിയായിട്ട് നിങ്ങൾ സംസാരിക്കുക. ചിലരുണ്ട് ട്രേഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മോങ് മോഡാണ്, നിങ്ങൾ ആരോടും സംസാരിക്കത്തില്ല, സോഷ്യൽ മീഡിയ കട്ട് ചെയ്യുന്നു, വീട്ടുകാരോട് സംസാരിക്കത്തില്ല, വീട്ടിനകത്ത് കയറി കഥ അടച്ചിരിക്കും. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, മുട്ട അടിച്ചിട്ടുണ്ട് വീണ്ടും വെളിയിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട്. പല കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇസ് എ മെൻ്റൽ ഗെയിം. സോ ദ മോർ യു എക്സ്പ്ലോർ, ദ മോർ യു ലേൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.